നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എനിക്കിപ്പോ അറിയേണ്ടത് മറ്റൊരു കാര്യമാ. എന്ത്? എന്റെ പെർമിഷൻ ഇല്ലാതെ ഞാൻ ജോലിക്ക് വരൂന്നുള്ള കാര്യം എന്തിനാ നീ അയാളോട് പറയാൻ പോയത്? ഞാൻ അങ്ങനെ പറഞ്ഞതിൽ ഇപ്പൊ എന്താ തെറ്റ്? നീ എന്റെ ഭാര്യയല്ലേ? എന്ത് കാര്യമാണെങ്കിലും ഭാര്യയുടെ അനുവാദം വേണം. അതാ അതിന്റെ മര്യാദ, പൊരുത്തപ്പെട്ട് ജീവിച്ചു പോവാനുള്ള രീതി. എടീ, ഞാൻ ജോലിക്ക് പോകുമ്പോ നീ ഇവിടെ ഇരുന്ന് ബോറടിക്കും. അപ്പോ ആ സാറ് ചോദിച്ചത് ന്യായമല്ലേന്ന് എനിക്കും തോന്നി. എന്താ മൈഥിലി അതിലൊരു തെറ്റ്? ജോലി, അതും അയാളുടെ അസിസ്റ്റന്റ് ആയിട്ട്. നീ ഇത്ര പൊട്ടനാണോ? അതോ നീ പൊട്ടൻ കളി കളിക്കുന്നതാണോ? മൈഥിലി, സ്വാമിനാഥൻ സാറ് നമ്മുടെ ഒരു രക്ഷകനാണ്. അദ്ദേഹം നമ്മളെ സഹായിക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. അല്ല, നിനക്കും കൂടി ഒരു വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് നമുക്ക് നമുക്കൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് ഞാനും കരുതി. കുറച്ചു നാളും കൂടി പിടിച്ചു നിൽക്കാൻ കഴിയുമല്ലോ. എന്റെ സ്വർണം വിറ്റ കാശില്ലേ നിന്റെ കയ്യില്? എന്റെ മൈഥിലി, അതൊക്കെ പെട്ടെന്ന് തീരില്ലേ? നമുക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു ലക്ഷ്യം കൂടി കാണണ്ടേ? നിനക്ക് മനുഷ്യരെ മനസ്സിലാവില്ലെന്ന് വെച്ചാ ഞാൻ എന്ത് ചെയ്യാനാ? അയാളുടെ അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്യാൻ എന്നെ കിട്ടില്ല. അതിനെന്താ മൈഥിലി നിനക്ക് ഇത്ര ഈഗോ? അല്ല, പലരും ജോലി ചെയ്യുന്നത് പലരുടെയും കീഴിലല്ലേ? അയാൾ ഒരു പിശക് മനുഷ്യനാണെന്ന് ഞാൻ പല പ്രാവശ്യം നിന്നോട് പറഞ്ഞു. അയാൾ ഒരു കുറുക്കനാ. എന്റെ മൈഥിലി, എടീ, അയാൾക്ക് നിന്റെ അച്ഛന്റെ പ്രായമുണ്ട്. അച്ഛന്റെ പ്രായമുള്ളവരല്ലേ സ്ത്രീകളോട് മക്കളോടെന്ന പോലെയാണോ പെരുമാറുന്നത്? അല്ല, നീ എന്താ പറഞ്ഞു വരുന്നേ? നിന്റെ ഈ സിറ്റുവേഷനിൽ ഇപ്പൊ കാർത്തി ആയിരുന്നെങ്കിൽ കാർത്തി ഇങ്ങനെ ഒരു തീരുമാനമൊന്നും എടുക്കില്ലായിരുന്നു. അപ്പൊ അത് ശരി. ഞാനിത് പല പ്രാവശ്യമായിട്ട് ശ്രദ്ധിക്കുന്നു. നിന്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും കാർത്തി ഇറങ്ങി പോയിട്ടില്ല അല്ലേ? കാർത്തിക്കിനെ ഇറക്കി വിട്ടിട്ടാണല്ലോ ഞാൻ നിന്റെ പിറകെ വന്നത്. ഞാൻ പറഞ്ഞതേ കാർത്തിക്കും നീയും തമ്മിലുള്ള വ്യത്യാസമാ. എന്നേക്കാൾ വലിയ മഹാനാണ് അവനെന്നല്ലേ നീ ഇപ്പൊ പറഞ്ഞു വരുന്നേ? ഒരു സ്ത്രീ ആഗ്രഹിക്കുന്ന സുരക്ഷിതത്വങ്ങൾ പലതും നിന്നിൽ നിന്ന് എനിക്ക് കിട്ടാതെ പോകുന്നുണ്ട്. അത് തുറന്നു പറഞ്ഞതാ. ഞാനെന്താടി നിന്നെ പെരുവഴിയിൽ ഉപയോഗിച്ചിട്ട് വല്ലയിടത്തേക്കും പോയോ? അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത്. നീ എന്തിനാ എഴുതാപ്പുറം വായിക്കുന്നേ? ഒരാളെ മനസ്സിലാക്കാനുള്ള കഴിവ് പോലും നിനക്കില്ലല്ലോ എന്നാ ഞാൻ പറഞ്ഞത്. മൈഥിലി, നിന്റെ നോട്ടത്തിൽ കാണുന്ന മനുഷ്യരെല്ലാവരും കുഴപ്പക്കാരും അപകടകാരികളും. എടീ, ഒരു മനുഷ്യൻ ഒരു ജോലി തരാന്ന് പറയുമ്പോ നിനക്ക് അതിലും സംശയം. എടീ, എനിക്കറിയില്ലേ എന്റെ ഭാര്യയെ സംരക്ഷിക്കാൻ? അപ്പോ നീ എന്നെ ആ കാർത്തികുമായിട്ട് കമ്പയർ ചെയ്യും? കാർത്തിക് അയാളുടെ ഭാര്യയുടെ കാര്യത്തിൽ വളരെ പൊസസീവ് ആണെന്നാ ഞാൻ പറഞ്ഞത്. നീയുമായിട്ട് ആ ചെമ്പകമംഗലത്ത് നിന്ന് പുറപ്പെട്ടത് മുതൽ ഇതേ ഇവിടെ എത്തുന്നത് വരെ 10,000 പ്രാവശ്യം ഞാൻ കേൾക്കുന്ന പേരാ കാർത്തിക്. എടി, എന്നാ പിന്നെ നിനക്ക് കാർത്തികിന്റെ കൂടെ പോയി ജീവിച്ചുകൂടായിരുന്നോ? എടി, പ്രസവിച്ച കുഞ്ഞിനെയും വലിച്ചെറിഞ്ഞിട്ട് പിന്നെ എന്തിനാണ് എന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടത്? മീനാക്ഷി മറുകണ്ഠം ചാടി. അവളെ ഞാൻ വരച്ച വരയിൽ കൊണ്ടുവന്ന് നിർത്താൻ പറ്റുന്നില്ലല്ലോ. പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങൾ എന്റെ കൈപ്പിടിയിലേക്ക് വരുന്നില്ല. എങ്ങനെയാ ചെമ്പകമംഗലത്തുകാരെ ഒന്ന് തറ പറ്റിക്കുക?
ശത്രുപക്ഷത്തും ഞാൻ മിത്രമാക്കി നിർത്തിയിരിക്കുന്ന ഒരുത്തിയുണ്ടല്ലോ, സാവിത്രി. അവിടുത്തെ വിവരങ്ങൾ അറിയാൻ അവളോട് തന്നെ ചോദിക്കാം. ഇന്ദ്രജ എന്റെ പുന്നാര നാത്തൂനാണല്ലോ. രാമേട്ടന്റെ പെങ്ങളാണെങ്കിൽ പോലും അങ്ങേർക്ക് വിളിച്ച അതിർത്തിയെ. അതല്ലേ, ഇവരുടെ ഭാവം കണ്ടാലും ആർക്കും കലി കേറും. കൊച്ചി രാജാവിന്റെ കൊച്ചനിയത്തിയായിട്ട നടപ്പ്. ആ മോന്ത കണ്ട മുഖം അടച്ചൊന്ന് കൊടുക്കാൻ തോന്നും. പക്ഷേ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ ന്യൂസ് ഏജൻസി പണ്ടാരം. നാത്തൂന് മുടിഞ്ഞ ആയുസാ കേട്ടോ. ഞാൻ ഇപ്പൊ അങ്ങോട്ട് മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. നശിച്ച ഈ ലോകത്ത് ജീവിച്ചിരിക്കണോ അതോ കുറെ എണ്ണത്തിന് തട്ടിയിട്ട് പോകണോന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണോ മുടിഞ്ഞ ആയുസ്? അതെ, അങ്ങനത്തെ വല്ല കടുകൈ ആലോചിക്കുന്നുണ്ടെങ്കിലേ ദേ ഇങ്ങോട്ട് വാ. ഇവിടെ 1-2 തട്ടാനുണ്ട്. അത് പിന്നെ എന്റെ കണക്ക് പുസ്തകത്തിൽ കിടക്കുന്ന പേരുകളല്ലേ സാവിത്രി. ആ പേരുകൾ ഞാൻ യഥാസമയം വെട്ടിക്കോളാം. പിന്നെ എന്തൊക്കെയുണ്ട് ചെമ്പകമംഗലത്തെ വിശേഷങ്ങൾ? ഓ, ഇവിടെ വിശേഷങ്ങളുടെ മേൽ വിശേഷങ്ങളല്ലേ. അല്ല, പറയാതെ തന്നെ ചിലതൊക്കെ അറിയാം സാവിത്രി. പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയെന്നാ ചോദിച്ചത്. പുതിയതായിട്ട് ഒരു പൂജ, കഷ്ടകാല നിവാരണ പൂജ എന്നൊക്കെ പറയാം. കഷ്ടകാല നിവാരണ പൂജയോ? അതെന്ത് പൂജയാ? അതൊന്നും എനിക്കറിയത്തില്ല. ഏതായാലും തറവാട്ടിലെ കഷ്ടകാലങ്ങളും ദോഷങ്ങളും മാറാനുള്ള പൂജയാ. ഓ, എന്റെ കാര്യം ഇവളോട് പറയണ്ട. എങ്ങനെയാ പൂജയുടെ ചടങ്ങുകൾ? അത് അമ്പലത്തിൽ വെച്ചിട്ടാണോ അതോ? അല്ലല്ല, ഇവിടെ വീട്ടിൽ വെച്ച് തന്നെയാ പൂജ നടത്തുന്നത്. പിന്നെ ആ പൂജയ്ക്കൊരു പ്രത്യേകതയുണ്ട്. പുതിയതായിട്ട് കല്യാണം കഴിച്ച, അതായത് നവദമ്പതികളാ ആ പൂജ ചെയ്യേണ്ടത്. എന്നുവെച്ചാ ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് വേണം ആ പൂജയ്ക്കിരിക്കാൻ. മീനാക്ഷിയും കാർത്തിക്കും ഒരേ മനസ്സോടിരുന്ന് വേണം അങ്ങനൊരു പൂജ ചെയ്യാനെന്ന്. ഓഹോ, അങ്ങനെ. അപ്പൊ സാവിത്രി സമ്മതിച്ചോ അങ്ങനൊരു പൂജ നടത്താൻ? അയ്യോ, ഞാനതിന് സമ്മതിച്ചില്ലെങ്കിലേ എന്റെ കാര്യം കട്ടപ്പുകയാവില്ലേ. പറയണ്ടായിരുന്നു. എന്നാ പിന്നെ ഞാൻ വെച്ചേക്കട്ടെ ഇന്ദ്രജെ. ശരി ശരി. എന്തെങ്കിലും ഒരു കാര്യം പറയാതിരിക്കാൻ ശ്രമിച്ച അപ്പോഴേക്കും ഇവളെന്നെ ഹിപ്നോട്ടൈസ് ചെയ്ത് കളയും. നാശം. എന്തേലും ആട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.